കുടുംബ പശ്ചാത്തലമൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. അമ്മയ്ക്ക് പിന്നെ കുറച്ച് കാലമൊക്കെ തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ പോകേണ്ടതായിട്ട് വന്നിട്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അച്ഛൻ മരണപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ കോളേജ് പഠനം പൂർത്തീകരിക്കുന്ന മുഴുവൻ പലയിടങ്ങളിലായിട്ടുള്ള പാർട്ട് ടൈം ജോലികളൊക്കെ ചെയ്തുകൊണ്ടാണ് അനുജനും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നതൊക്കെ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തന്നെ കളത്തിലിറക്കി കൊടുങ്ങല്ലൂർ മണ്ഡലം തിരിച്ചുപിടിക്കാനൊരുങ്ങുകയാണ് UDF. വലിയ രീതിയിലുള്ള പ്രചാരണ മുന്നേറ്റമാണ് OJ ജനീഷ് കൊടുങ്ങല്ലൂരിൽ നടത്തുന്നത്. ജനീഷ്, എത്രത്തോളം പ്രതീക്ഷയാണ് ഇത്തവണ മണ്ഡലത്തിൽ? വലിയ പ്രതീക്ഷയാണ് നിയമസഭാ മണ്ഡല തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കൊടുങ്ങല്ലൂരിൽ ഞങ്ങൾക്കുള്ളത്. കൊടുങ്ങല്ലൂർ അങ്ങനെ ഒരു ഇടതുപക്ഷ കോട്ടയല്ല. പലപ്പോഴും മാധ്യമപ്രവർത്തകരൊക്കെ സംസാരിക്കുന്നതിലും ചർച്ചകളൊക്കെ കേൾക്കാം, കൊടുങ്ങല്ലൂർ ഇടതുപക്ഷ കോട്ടയല്ലേ. അങ്ങനെയല്ല, അത് പഴയ കൊടുങ്ങല്ലൂരാണ്. ആ കോട്ട പോലും പൊളിച്ചതാണ് ഒരിക്കൽ UDF ഹ്യൂമേഴ്സ് ചള്ളിയിലൂടെ പൊളിച്ചെടുത്തതാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കാത്ത മണ്ഡലമല്ല. ഈ മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ശ്രീ TN പ്രതാപൻ അവിടെ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചൊരു മണ്ഡലമാണ്. ഇത് പഴയ ലീഡറുടെ എല്ലാ പഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്ന കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി കൂടി ചേർക്കപ്പെട്ട പുതിയ കൊടുങ്ങല്ലൂരാണ്. പുതിയ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് UDFന് എന്നും ശുഭപ്രതീക്ഷകൾ മാത്രമുണ്ടായിട്ടുള്ള മണ്ഡലം. 2 തവണ ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒരു ഘട്ടമില്ല. അവിടെ ഇന്ന് ജനങ്ങളാകെ വികസന പ്രവർത്തനങ്ങൾ ഇല്ലായ്മയിലൊക്കെ വളരെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടിയുമായി ഇറങ്ങിത്തിരിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ എവിടെയൊക്കെ കടന്നു ചെന്നാലും എല്ലായിടത്തും വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ്. വളരെ സാധാരണക്കാരനായ ഒരു വ്യക്തി, ഒരു യുവാവിനെയാണ് UDF നിർത്തിയിരിക്കുന്നത്. താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുകയാണെങ്കിൽ അമ്മ കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയിക്കൊണ്ടിരുന്ന ആളാണ്. അച്ഛൻ സെക്യൂരിറ്റിക്കാരനായി ജോലി ചെയ്തിരുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇത്രയും സാധാരണക്കാരൻ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നതോടുകൂടി നിങ്ങൾ എന്ത് സന്ദേശമാണ് നൽകുന്നത്? വോട്ടർമാർക്കിടയിൽ അത് എത്രത്തോളം സ്വാധീനിക്കും? അല്ല, അതിൽ പിന്നെ അങ്ങനെയൊക്കെ കോൺഗ്രസിൽ സാധിക്കും എന്നുള്ളത് ആണ് എൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമുള്ളത്. ഇപ്പോൾ ഒരു കുടുംബ പശ്ചാത്തലമൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. അമ്മയ്ക്ക് പിന്നെ കുറച്ച് കാലമൊക്കെ തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ പോകേണ്ടതായിട്ട് വന്നിട്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അച്ഛൻ മരണപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ കോളേജ് പഠനം പൂർത്തീകരിക്കുന്ന മുഴുവൻ പലയിടങ്ങളിലായിട്ടുള്ള പാർട്ട് ടൈം ജോലികളൊക്കെ ചെയ്തുകൊണ്ടാണ് അനുജനും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നതൊക്കെ. അപ്പോൾ അന്ന് ഞാൻ പെരുമ്പാവൂർ പോളിടെക്നിക്കിൽ പഠിക്കുന്ന സമയത്താണ്. അന്ന് എന്നെ ഓരോ ഘട്ടങ്ങളിലും വിവിധ സ്ഥാപനങ്ങളിൽ പാർട്ട് ടൈമായിട്ടൊക്കെ ജോലിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് ജോലി വാങ്ങിയൊക്കെ തന്ന് ചെയ്തിരുന്ന ഒരാളാണ് ഇന്ന് പെരുമ്പാവൂരിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ മനോജ് മൂത്തേടൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബന്ധങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ട്. അച്ഛന് ആദ്യം പിന്നെ കോൺട്രാക്ടർ ബിസിനസ്സായിരുന്നു, പിന്നീട് അത് റേഷൻ കടയായിരുന്നു, പിന്നീട് അതിലും വലിയ തകർച്ച സംഭവിച്ച് കുറച്ച് കാലമൊക്കെ ഒരു ബാറിൽ ജീവനക്കാരനായിട്ട് ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സെക്യൂരിറ്റി ആയിട്ട് പോയിരുന്ന ഒരാൾ ഞാനാണ്. അത് എൻ്റെ ഒരു കൗതുകമുള്ളത്, ഇപ്പോൾ പെരുമ്പാവൂർ മത്സരിക്കുന്ന UDFൻ്റെ സ്ഥാനാർത്ഥി ശ്രീ മനോജ് മൂത്തേടൻ അവിടെ കോഓപ്പറേറ്റീവ് സർവീസ് സഹകരണ ബാങ്കിലെ സെക്യൂരിറ്റി ആയിരുന്നു. അദ്ദേഹം പിന്നീട് ആ ബാങ്കിൻ്റെ പ്രസിഡന്റുമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കോളേജ് പഠന കാലഘട്ടത്തിൽ ഇങ്ങനെ എനിക്ക് ഒരു ചെറിയ ഘട്ടങ്ങളിലൊക്കെ തന്നെ അവിടെ ഒരു സെക്യൂരിറ്റി പ്രവർത്തനത്തിന് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഇല്ലാത്ത ഘട്ടങ്ങളിലൊക്കെ താൽക്കാലികമായി അവിടെ കുറച്ച് ദിവസങ്ങളൊക്കെ അങ്ങനെയൊക്കെ ജോലി ചെയ്യാനുള്ള കുറച്ച് മാസങ്ങളൊക്കെ ജോലി ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ നമ്മൾ പരുവപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്രായത്തിൽ നമുക്കുണ്ടായ കുറേ ജീവിതാനുഭവങ്ങളാണ്. അപ്പോൾ ജനങ്ങളുടെയൊക്കെ ഒരു പ്രയാസങ്ങൾ, സാധാരണ കുടുംബങ്ങളുടെയൊക്കെ ഒരു പ്രയാസങ്ങളൊക്കെ നമ്മളും അനുഭവിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നത്. അതിനിടയിലൊക്കെ ഒരു മാറ്റത്തിന് വേണ്ടി ഒരു ഇടപെടലൊക്കെ ഉണ്ടാകണം, ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത്. അത് പിന്നെ ഒരു ഘട്ടത്തിൽ അങ്ങനെ തുടർന്നു. ഒരു ഘട്ടത്തിൽ അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വന്നു. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ പല ഘട്ടങ്ങളിലും ഓരോ ഘട്ടങ്ങളിലേക്ക് പലവിധങ്ങളായ പിന്നെ സംഘടനാ നേതൃത്വങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടു. ഇന്ന് UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രവർത്തിക്കാനൊരു അവസരം ഉണ്ടാകുന്നു. ഇന്നലെ പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നെ കെട്ടിവെക്കാനുള്ള പണം നൽകിയത് എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉൾപ്പെടുന്ന കുടുംബശ്രീ യൂണിറ്റും അതോടൊപ്പം തന്നെ അവർക്കൊക്കെ തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ പോകുന്ന അമ്മമാരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് അതിലേക്കൊരു വിഹിതം തന്നത്. അപ്പോൾ അതൊക്കെ അവരുടെയൊക്കെ ഒരു പ്രതീക്ഷയാണ്. അവിടെ അവരെല്ലാം ആ പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. കോൺഗ്രസിനകത്ത് അങ്ങനെയും ഒരുപാട് സ്ഥാനാർത്ഥിത്വങ്ങളൊക്കെ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വളരെ വൈകാരികമായ ഒരു സംഭവമായിരിക്കും സ്വാഭാവികം താങ്കളുടെ സ്ഥാനാർത്ഥിത്വം. തീർച്ചയായിട്ടും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ മുൻകാലങ്ങളിൽ കാണാറുള്ളത് വീട്ടിൽ അച്ഛനൊക്കെ ഉള്ള സമയത്തൊക്കെ വലിയ ആവേശത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലൊക്കെ ഭാഗമാകുന്ന ആളാണ്. അപ്പോൾ അന്നും സ്വാഭാവികമായിട്ട് അമ്മയൊക്കെ ഇങ്ങനെയൊക്കെ അതിന് തടസ്സമൊക്കെ പറയും. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുടെ വീട്ടിലുണ്ടാവില്ല, തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇങ്ങനെ രാത്രി വൈകിയും അത് മറ്റു കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇവരൊക്കെ തടസ്സം പറയുന്ന ആളുകളാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് പിന്നെ ഒരു കാലം കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് വരുന്നു, രംഗത്തേക്ക് വരുന്നു, സ്ഥാനാർത്ഥിയാകുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ വീണ്ടും ഇറങ്ങിത്തിരിക്കുന്നതൊക്കെ കാണുമ്പോൾ അവർക്കത് വലിയ കൗതുകമാണ്, അവരൊക്കെ വലിയ ആശ്ചര്യത്തിലാണ്. എന്തായാലും അവരൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. ഒരു കാലഘട്ടം മുഴുവൻ അവരെ സംബന്ധിച്ച് വലിയ പ്രയാസങ്ങളായിരുന്നു. ഇപ്പോൾ ഒരുപാട് ആളുകളുടെ പ്രതീക്ഷയായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നു എന്ന് കാണുമ്പോൾ അവർക്കൊരു അഭിമാനമാണ്. എല്ലാ ആശംസകളും. താങ്ക് യു. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.